ഗുഡ് ഈവനിങ് എവ്രി വൺ. യെസ്, സോ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല കാര്യക്ഷമമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോ നന്നായിട്ട് തന്നെ പഠിക്കുക. കാരണം ഓരോ ഇയർ കഴിയും തോറും ഇതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ അല്ല, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ കോമ്പറ്റീഷനും അതുപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കളയാൻ സമയമില്ല. അതുപോലെ തന്നെ എന്താണ്, നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്ക് മാത്രം കൊണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഹാർഡ് വർക്ക് മാത്രം കൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് വേണ്ട നല്ല സ്മാർട്ട് വർക്കാണ്. കാരണം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ലോജിക്കലി ഇക്വലന്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ലോജിക്കലി ഇക്വലന്റ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്താണേലും ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ലോജിക്കലി ഇക്വലന്റ് എന്ന് പറയുന്നത്, നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ, അർത്ഥത്തിൽ ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ലോജിക്കലി ഇക്വലന്റ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഒരേപോലെ ഇരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് ആദ്യം നോക്കാം. സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ, സം കൈൻഡ് മെൻ ആർ ക്രിക്കറ്റേഴ്സ്, സം ക്രിക്കറ്റേഴ്സ് ആർ നോട്ട് നോൺ കൈൻഡ് മെൻ, സം നോൺ കൈൻഡ് മെൻ ആർ നോട്ട് നോൺ ക്രിക്കറ്റേഴ്സ്. ഇത് നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് തന്നെ ഇതിനകത്ത് ഏതൊക്കെയാണ് ഒരേപോലെ ഇരിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റും, അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ചില ക്രിക്കറ്റേഴ്സ് കൈൻഡ് മെൻ ആണെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ചില കൈൻഡ് മെന്ന് ക്രിക്കറ്റേഴ്സ് ആണെന്നും അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മിനെ എപ്പോഴും നമുക്ക് തിരിച്ചു പറയാം, അതുപോലെ നോയിനെ നമുക്ക് തിരിച്ചു പറയാം, അല്ലെ? സി ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. സി കറക്റ്റ് ആണ്, ശരിയാണ്. അപ്പം പെട്ടെന്ന് ആൻസർ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് പറയാം. അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓളും സം നോട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. അതായത് അത് ലോജിക്കലി ഈക്വലന്റ് ആയിരിക്കില്ല. ലോജിക്കലി ഈക്വലന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഓൾ മെൻ ആർ മോർട്ടൽ ഇസ് നോട്ട് ഈക്വൽ ടു ഓൾ മോർട്ടൽ ആർ മെൻ. അത് മനസ്സിലാക്കുക. അതായത് ഓൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഈക്വലന്റ് ആവില്ല, അതായത് സെയിം ആവില്ല. അതുപോലെ തന്നെ സം നോട്ടിലും ഇപ്പൊ സം മെൻ ആർ നോട്ട് മോർട്ടൽ എന്നുള്ളത് എന്തിന് ഈക്വൽ അല്ല? സം മോർട്ടൽ ആർ നോട്ട് മെന്നിന് ഈക്വലന്റ് അല്ല. അപ്പൊ ഓളും സം നോട്ടും നമുക്ക് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചിട്ട് കഴിഞ്ഞാൽ ലോജിക്കലി ഈക്വലന്റ് കിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, ഇനി സം ആണെങ്കിലും നോയ് ആണെങ്കിലും നമുക്ക് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചിട്ട് കഴിഞ്ഞാൽ ലോജിക്കലി ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കിട്ടുക. ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണ്, ഈ സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെന്നിന്റെ അവിടെ നോ എന്നാണ് വന്നതെന്ന് വിചാരിച്ചോ. നോ ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ എന്നായിരുന്നെങ്കിൽ നോ കൈൻഡ് മെൻ ആർ ക്രിക്കറ്റേഴ്സ് എന്നുള്ളതും എന്തായേനെ? സെയിം ആയേനെ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ലോജിക്കലി ഈക്വലന്റ്? സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ, സം കൈൻഡ് മെൻ ആർ ക്രിക്കറ്റേഴ്സ്. ഇനി സി എങ്ങനെയാണ് ഈക്വലന്റ് ആയത്? നോട്ടും നോണും അടുപ്പിച്ച് വന്നാൽ, രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വന്നു, ക്യാൻസൽ ആയി പോയി. ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്താ വരിക? സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മെൻ. അപ്പൊ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് സെയിം ആയില്ലേ അത്? അപ്പൊ എ ബി സി എന്നുള്ളത് സെയിം ആയി. ക്ലിയർ ആയോ? എങ്ങനെയാണ് ലോജിക്കൽ ഈക്വലന്റ് എഴുതുക എന്നുള്ളത് മനസ്സിലായില്ലേ? അല്ലെ? ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ ആണോ? യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻഫോർമൽ ഫാലസി ഈസ് കമ്മിറ്റഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്? How can you say animals have rights and should not be killed when you eat meat? Which of the informal fallacies committed in the following statement? How can you say animals have rights and should not be killed when you eat meat? നിങ്ങൾ മീറ്റ് കഴിക്കുന്നുണ്ട്, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ആനിമൽസിന് റൈറ്റ്സ് ഉണ്ടെന്നുള്ളത്? സ്ട്രോമൻ ആണോ, റെഡറിംഗ് ആണോ, ആഡ് ഹോമിനം ആണോ, അപ്പീൽ ടു അതോറിറ്റി ആണോ? സ്ട്രോമൻ എന്താണ്? കുറെ പേര് സലഹെഫി അല്ലേ? യെസ്, ഐ ഹോപ്പ് കറക്റ്റ് ആണ്. ആഡ് ഹോമിനം ആണ് അല്ലേ? അതെന്താണ്? വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം അല്ലേ അവിടെ വരുന്നത്? അത് നിങ്ങൾക്ക് എന്താണ് അത് പറയാൻ അധികാരം എന്ന് പറയുമ്പോൾ വി ആർ ആക്ച്വലി അറ്റാക്കിംഗ് ദ പേഴ്സൺ അല്ലെ? ഹോമിനം ഞാൻ പറയണ്ടായിരുന്നു. ഹോമോ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യൻ. അതായത് ഒരാളെ നമ്മൾ എന്താണ് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് ആഡ് ഹോമിനം എന്ന് പറയാ. സ്ട്രോമൻ എന്തായിരുന്നു? അതായത് നമുക്ക് വേറെ ഒന്നും അയാളെ പറ്റി പറയാനില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ കണ്ടില്ലേ നിങ്ങളിപ്പോ ആ ചെറിയൊരു പോയിന്റ് പറഞ്ഞ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ കയറി പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക?
അയാളിപ്പോ കുറെ പോയിന്റുകൾ കറക്റ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. അയാളുടെ വായെന്ന് അറിയാണ്ട് ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് സ്ട്രോമെൻ എന്ന് പറയാം. റെഡറിങ് എന്താണ്? ചർച്ച വഴിതിരിച്ചു വിടുന്നതാണ്. ഇവിടെ ചർച്ച വഴിതിരിച്ചു വിടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. പിന്നെ അപ്പീൽ ടു അതോറിറ്റി. എന്താണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്? ഇന്ന ആളാണ് പറഞ്ഞത്, അതുകൊണ്ട് ശരിയായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, അതെങ്ങനെയാ പറയാ? അതിപ്പോ ഇങ്ങനെ ഒരു കാര്യം ഇപ്പം അത് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. പ്രധാനമന്ത്രി പറഞ്ഞാണെന്നുള്ളതുകൊണ്ട് ശരിയാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ നമ്മളൊരു അതോറിറ്റി പറഞ്ഞതുകൊണ്ട് അത് ശരിയാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണ്ടത് എന്താണ്? പ്രൂഫാണ്, അല്ലെ? അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഫീൽഡിൽ ആള് പറയണം, അല്ലെ? ആ പെർട്ടിക്കുലർ ഫീൽഡിൽ ആള് പറയാണ്. ഇപ്പൊ നമ്മളൊരു ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ പറയാണ്, നമ്മളൊരു അസുഖമായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയണം ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അതല്ലാതെ നമ്മൾ പറയാണ് ഞാൻ ജില്ലാ ജഡ്ജിയെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ ജില്ലാ ജഡ്ജി പറഞ്ഞു എന്താണ് ഇത് കുഴപ്പമൊന്നുമില്ല എന്ന്, അതുകൊണ്ട് ജില്ലാ ജഡ്ജി അല്ലേ പറഞ്ഞേക്കുന്നേ, അത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതൊരു ഫാലസിയാണ്. കാരണം നമ്മൾ ഏത് ഫീൽഡിലുള്ള ആളാണോ അയാളാണ് അത് പറയേണ്ടത്. അതല്ലാതെ നമ്മളിപ്പോ ഇന്ന ആളാ ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, അതുകൊണ്ട് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ ഇവിടെ വരുന്നത് എന്താണ്? ആഡ് ഹോമിനം ആണ്, പേഴ്സണൽ അറ്റാക്ക് ആണ്. അപ്പൊ ഈ ആഡ് ഹോമിനം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആഡ് ഹോമിനം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കൂടുതൽ ഉണ്ടാവും. നിങ്ങൾ അത് ചെയ്യുന്നില്ലേ, നിങ്ങൾ അങ്ങനെയല്ലേ, യു എന്നുള്ള വേർഡൊക്കെ കൂടുതൽ കാണും അതിനകത്ത്. അത് വെച്ചിട്ട് യു കാണുന്ന എല്ലാ സെന്റൻസും കയറിയിട്ട് ആഡ് ഹോമിനം കൊടുക്കരുത്. അതായത് ആഡ് ഹോമിനം ആണെങ്കിൽ അതിനകത്ത് എന്താണെങ്കിലും യു എന്നുള്ള ഒരു പരാമർശം ഉണ്ടാവും, അല്ലെങ്കിൽ അത് അയാൾ അങ്ങനെ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം അവിടെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ആഡ് ഹോമിനം ആയിരിക്കും. അതാണ് ആഡ് ഹോമിനം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അവിടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള പരാമർശം ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ വേണം അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതും എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്. ഈ 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണ് ലോജിക്കൽ റീസണിംഗിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഒന്ന് ഫാലസി, 4 ടൈപ്പ്. ഒന്ന് ഫാലസി, രണ്ടാമത്തത് ലോജിക്കലി ഈക്വലന്റ് ആയി വരുന്നത്, പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇത് ട്രൂ ആയാൽ ഫോൾസ് ആവുന്ന ഏത്, ഇത് ട്രൂ ആയാൽ ട്രൂ ആവുന്നത് എന്ത്, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ. പിന്നെ നാലാമത്തത് ഇന്ത്യൻ ലോജിക്ക്. ഈ 4 കാറ്റഗറി ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളെടുത്ത് ഒന്ന് ലോജിക്കൽ റീസണിംഗ് എന്ന് ചോദിക്കാം. ഈ 4 കാറ്റഗറി നിങ്ങൾ അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് പക്കയാവും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഫോൾസിറ്റി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സം അത്ലീറ്റ്സ് ആർ കൈൻഡ് ഹ്യൂമൻ ബീങ്സ് ഇസ് ഗിവൺ ട്രൂ. സം ട്രൂ ആയാൽ, അതായത് ഓള്, നോ, സം നോട്ട്, ഇത് നമ്മുടെ മനസ്സിലേക്ക് വരണം. 4 കോർണറുകൾ അല്ലെ, ഒരു സ്ക്വയറിന്റെ 4 കോർണറുകളായിട്ട് ഓൾ, നോ, സം നോട്ട്. ഓളും നോയും മുകളില്, സമ്മും സം നോട്ടും താഴെ. ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് അത് ആ പിക്ചർ കൃത്യമായിട്ട് വരണം. എന്നാ മാത്രമാണ് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മൈൻഡിൽ ആ പിക്ചർ ഇങ്ങനെ വരണം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് സം അത്ലീറ്റ്സ് ആർ കൈൻഡ് ഹ്യൂമൻ ബീങ്സ്, അതായത് താഴെ ലെഫ്റ്റിലുള്ളതാണ് അല്ലെ സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സം അത്ലീറ്റ്സ് ആർ കൈൻഡ് ഹ്യൂമൻ ബീങ്സ് ഇസ് ഗിവൺ ട്രൂ. അത് ട്രൂ ആയാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഇമീഡിയറ്റ്ലി ഇൻഫേർഡ് ടു ബി ഫോൾസ്. അതായത് ഒന്ന് ട്രൂ ആയാൽ ഫോൾസ് ആവുന്നത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ആരും ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെറ്റ് മീ ചെക്ക്. സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഏതാണ്? നോ. ശരിയാണ്. എങ്ങനെയാണ് നോ ഫോൾസ് ആവുന്നത്? അതായത് ഒന്ന് ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റേത് ഫോൾസ് ആവണമെങ്കിൽ അത് അതിന്റെ കോൺട്രഡിക്ടറി ആയിരിക്കണം. അപ്പൊ സമ്മിന്റെ കോൺട്രഡിക്ടറി എന്താണ്? നോയാണ്. ഓൾ, നോ, സം നോട്ട്. സം നോട്ടിന്റെ കോൺട്രഡിക്ടറി എന്താണ്? ഓൾ ആണ് അല്ലെ. അപ്പൊ ഒന്ന് ട്രൂ ആയാൽ മറ്റേത് ഫോൾസ് ആവുക എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ അത് എന്തായിരിക്കും? കോൺട്രഡിക്ടറി ആയിരിക്കും. ഓക്കെ, ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും വരണം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കോൺട്രഡിക്ടറി ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലോർക്കേണ്ടത്. ഇനി രണ്ടും ട്രൂ ആവുന്ന സിറ്റുവേഷൻ എവിടെ വരാം? രണ്ടും ഒരുമിച്ച് ട്രൂ ആവാൻ പറ്റുന്നത്, രണ്ടും ഒരുമിച്ച് ട്രൂ ആവാൻ പറ്റുന്ന ഏതാണ്? ടി എന്ന് പറയുന്ന കണ്ടീഷൻ എവിടെ വരിക? രണ്ടും ഒരുമിച്ച് ട്രൂ ആവാൻ പറ്റുന്ന 2 സ്റ്റേറ്റ്മെന്റുകൾ. ഒരുമിച്ച് ട്രൂ ആവണം. ഓളും നോയും ഒരുമിച്ച് ട്രൂ ആവോ? എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമല്ല. ഓളും നോയല്ല, ഓളിന്റെ നേരെ അല്ല, ഒരുമിച്ച് ട്രൂ ആവുന്നതാണ്. ഒരുമിച്ച് ട്രൂ ആവുന്നത്. ഓള് ട്രൂ ആയാൽ നോയും ട്രൂ ആവോ? എല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഓളും സമ്മും
ഒരുമിച്ച് ഒരുമിച്ച് ട്രൂ ആവുന്നത് ഓളും സമ്മും ഒരുമിച്ച് ട്രൂ ആവും. യെസ്. ഓളും സമ്മും ഒരുമിച്ച് ട്രൂ ആവും. യെസ്, ഗുഡ്. പിന്നെ വേറെ ഏതാണ് ട്രൂ ആവുന്ന ഒരുമിച്ച്? നോയും സം നോട്ടും. നോയും സം നോട്ടും ഒരുമിച്ച് ട്രൂ ആവും. പിന്നെ വേറെ ഏതെങ്കിലും ഒരുമിച്ച് ട്രൂ ആവോ? സമ്മും സം നോട്ടും ഒരുമിച്ച് ട്രൂ ആവില്ലേ? സമ്മ് ട്രൂ ആയാൽ സം നോട്ടും ട്രൂ ആവും അല്ലേ? ഇനി ഓളും നോ വെച്ച് ബാക്കി യെസ്. ഓളും നോ, അതായത് ക്രോസ് വരുന്ന കോൺട്രഡിക്ടറി വരുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം വരും. പിന്നെ അതുപോലെ തന്നെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവുന്ന കണ്ടീഷൻ ഏതാ? ഓളും നോയും അല്ലെ? ഒരുമിച്ച് ഫോൾസ് ആവാം, പക്ഷെ ഒരിക്കലും ഒരുമിച്ച് ട്രൂ ആവില്ല. ഓളും നോയും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ ഒരുമിച്ച് ഫോൾസ് ആവാം. വേണമെങ്കിൽ ആവാന്നാണ് പറയുന്നത്, നിർബന്ധമില്ല. അതാണ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം. അതായത് ഓളിനും നോയ്ക്കും ഒരുമിച്ച് വേണമെങ്കിൽ ഫോൾസ് ആവാം, നിർബന്ധമില്ല ഫോൾസ് ആവണമെന്ന്. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവുമെന്ന് പറയുന്നില്ല, വേണമെങ്കിൽ ആവാം എന്നാണ്. ആ വേർഡ് പ്രത്യേകം നോട്ട് ചെയ്യണം. അതേസമയം കോൺട്രഡിക്ടറിയുടെ കേസിലാണെങ്കിലോ, ഇത് ട്രൂ ആണെങ്കിൽ, ഓള് ട്രൂ ആണെങ്കിൽ സം നോട്ട് ഫോൾസ് ആണ്, ഉറപ്പാണത്. അത് വേണമെങ്കിൽ ഫോൾസ് ആവാം എന്നുള്ളതല്ല. ഓള് ട്രൂ ആണോ, സം നോട്ട് ഫോൾസ് ആയിരിക്കും. ഇനി നോ ട്രൂ ആണോ, സമ്മ് ഫോൾസ് ആയിരിക്കും. അത് ഉറപ്പുള്ള കേസാണ്. ഇനി ഈ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? വേണമെങ്കിൽ. അതുപോലെ തന്നെ സബോൾട്ടേണും അങ്ങനെയാണ്. ഓള് ട്രൂ ആയാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? സമ്മ് ട്രൂ ആയിരിക്കും. കാരണം എല്ലാം ആണെന്ന് പറയുമ്പോൾ കുറച്ചാണെന്നുള്ളത് ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കുമല്ലോ. അതുപോലെ നോ എന്നുള്ളത് ട്രൂ ആയാൽ സം നോട്ട് എന്നുള്ളത് ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കും. അത് പിന്നെ വേണമെങ്കിൽ ആവാം എന്നുള്ളതല്ല, അത് ഉറപ്പാണ്. കാരണം ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എന്നുള്ളത് പിന്നെ നമ്മൾ വേണമെങ്കിൽ ആവാം എന്നുള്ളതല്ല, ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓൾ എന്നുള്ളത് ശരിയാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ ഉറപ്പുള്ള കേസാണ്. അതേസമയം കോൺട്രറി, സബ് കോൺട്രറി എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ. കോൺട്രറി, സബ് കോൺട്രറി എന്തായിരുന്നു? കോൺട്രറി എന്ന് പറയുന്ന ഓളും നോയും തമ്മിലുള്ള ബന്ധം. സബ് കോൺട്രറി എന്താണ്? സമ്മും സം നോട്ടും തമ്മിലുള്ള ബന്ധം. ഇവിടെ രണ്ടിലും ഉള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വേണമെങ്കിൽ എന്നുള്ള കാര്യമാണ്. അതായത് വേണമെങ്കിൽ ഒരുമിച്ച് ഫോൾസ് ആവാം. എന്തിന്? ഓളിനും നോയ്ക്കും. ഒരുമിച്ച് ഒരിക്കലും ട്രൂ ആവില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരുമിച്ച് ട്രൂ ആവില്ല എന്നുള്ളത് ഉറപ്പാണ്, ഓളും നോയും. ഇനി വേണമെങ്കിൽ ഒരുമിച്ച് ഫോൾസ് ആവാം, അതാണ് അവിടുത്തെ ക്ലോസ്. ഇനി സമ്മും സം നോട്ടും, സബ് കോൺട്രറി, രണ്ടും ഒരുമിച്ച് ട്രൂ ആവും. അതായത് സമ്മ് ട്രൂ ആയാൽ ഉറപ്പായിട്ട് സം നോട്ട് ട്രൂ ആയിരിക്കും. വേണമെങ്കിൽ ഒരുമിച്ച് ട്രൂ ആവാം എന്നല്ല, രണ്ടും ഒരുമിച്ച് ട്രൂ ആയിരിക്കും. സമ്മ് ട്രൂ ആയി കഴിഞ്ഞാൽ പിന്നെ സം നോട്ട് എന്നുള്ളത് ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കും. അതാണ് അവിടുത്തെ വ്യത്യാസം. ഇനി രണ്ടും ഒരുമിച്ച് എന്താവില്ല? ഫോൾസ് ആവില്ല. ഒരുമിച്ച് ട്രൂ ആവും, ഒരുമിച്ച് ഫോൾസ് ആവില്ല. ക്ലിയർ ആണോ? അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എത്രയും ചോദ്യങ്ങൾ ചെയ്യുന്നോ അത്രയും നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആവും. ഇതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല, ഇത് കാണാതെ പഠിക്കുക എന്നുള്ള. യെസ്. ഒരുമിച്ച് ട്രൂ ആകും, ഫാൾസ് ആകാത്തത്. ഒരുമിച്ച് ട്രൂ ആവും, ഫോൾസ് ആവാത്തത് സബാൾട്ടാണോ? സബ് കോൺട്രറിയാ? സോറി, സബോൾട്ടൺ അല്ല, സബ് കോൺട്രറി. യെസ്. സമ്മും സം നോട്ടും. സമ്മും സം നോട്ടും. യെസ്, സമ്മും സം നോട്ടും. സബ് കോൺട്രറി എന്താണ്? ഓളും നോയും, ഓളും സമ്മും നോയും സം നോട്ടും ആണ് സബ് കോൺട്രറി. സോറി, സബോൾട്ടൺ. ഐ എം സോ സോറി. സബോൾട്ടൺ. ക്ലിയർ ആയില്ലേ? സബോൾട്ടൺ എന്ന് പറയുന്നത് മുകളിലും താഴെയുള്ളതാണ്. ഇനി പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, അത് മുകളിൽ നിന്ന് താഴേക്ക് മാത്രമുള്ള റിലേഷൻ ആണ്. നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതായത് ഇപ്പൊ കോൺട്രഡിക്ടറി നമ്മൾ പറഞ്ഞു, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷേ സബോൾട്ടേണിന്റെ കേസിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് മാത്രമാണ് റിലേഷൻഷിപ്പ് ഉള്ളൂ. മനസ്സിലായോ? അതായത് ഓള് ട്രൂ ആയാൽ സമ്മ ഉറപ്പായിട്ടും ട്രൂ ആവും, താഴത്തോട്ട് മാത്രം. ഇനി നിങ്ങൾ ഇത് തിരിച്ച് മുകളിലേക്ക് പറഞ്ഞാൽ ശരിയാവോ? സമ്മ് ട്രൂ ആയാൽ ഉറപ്പായിട്ടും ഓള് ട്രൂ ആവണം എന്നുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴും സബോൾട്ടേൺ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴത്തേക്ക് മാത്രമാണ് ആ റിലേഷൻ വരുള്ളൂ. താഴെ നിന്ന് മുകളിലേക്ക് ആ റിലേഷൻ പോകില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. ഇനിയിപ്പോ കോൺട്രഡിക്ടറി പറയുകയാണെങ്കിലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതായത് ഓള് ട്രൂ ആയാൽ സം നോട്ട് ഫോൾസ് ആവാം. ഇനി സം നോട്ട് ട്രൂ ആയാൽ ഓള് ഫോൾസ് ആവാം, അല്ലെ? തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. കോൺട്രഡിക്ടറിയും പിന്നെ
സബ് കോൺട്രറിയും കോൺട്രറിയും ഒക്കെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷെ സബോൾട്ടേണിന്റെ കേസിൽ മാത്രം നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് മാത്രമാണ് നമ്മൾ ആ പറയുന്ന കണ്ടീഷൻ പോസിബിൾ ആവുള്ളൂ. താഴെ നിന്ന് മുകളിലേക്ക് ആ കണ്ടീഷൻ പോസിബിൾ ആവില്ല. അതായത് സബോൾട്ടേണിന്റെ കേസിൽ ഓള് ട്രൂ ആയാൽ സമ്മ് ഉറപ്പായിട്ടും ട്രൂ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴത്തേക്ക് മാത്രമേ നമുക്ക് ആപ്ലിക്കബിൾ ആവുള്ളൂ. താഴെ നിന്ന് മുകളിലേക്ക് അത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ഓക്കെ. ഇത് പലർക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷനും അല്ലെ, ഒരു പ്രത്യേക എന്താണ്, പലർക്കും ഈ ലോജിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ തന്നെ മാത്സിന്റെ കാര്യം പറഞ്ഞ പോലെ പലർക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് നമുക്കൊരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ട്. അതായത് ഇത് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഇത്തിരി എന്തോ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു സാധനം നമ്മൾ മൈൻഡിൽ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അത് മാറ്റുക എന്നുള്ളതാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ ഈ എക്സാമിനെ പറ്റിയിട്ട് നമുക്ക് കുറെ ധാരണകളുണ്ട്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ നിങ്ങൾ സീരിയസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു എക്സാം അല്ല. ഇത് ആർക്ക് വേണമെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അതായത് വളരെ എളുപ്പമുള്ളൊരു എക്സാം ആണ്. ഇത് അത്ര വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം എന്നല്ല. ഇത് വളരെ ഈസി ആയിട്ട്, അതായത് ഇപ്പൊ ഞാൻ ഒരു തവണ നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കൊരു പേടി. അതായത് ഞാൻ പിന്നെ തവണ JRFന് വേണ്ടി പോകുമ്പോ എനിക്ക് നെറ്റ് എന്തായാലും ഞാൻ ക്ലിയർ ചെയ്യാം, അതെനിക്ക് ഉറപ്പാ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തി. നമുക്കിത് അക്വയർ ചെയ്യുന്നത് വരെ നമുക്ക് ഇതിനോടൊരു ഭയമുള്ളൂ. ഇപ്പൊ നമ്മൾ 10th എക്സാം നമുക്ക് അന്ന് എഴുതുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരുന്നില്ല. അയ്യോ, ഇപ്പൊ നമുക്ക് 10th എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പേടി തോന്നുന്നില്ല. കാരണം അത് വലിയൊരു സംഭവം ഒന്നല്ല. കാരണം അതേപോലെ തന്നെ ഉള്ളൂ ഇതും. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വേണ്ടത് നമ്മുടെ എന്താണ്, ഒരു കോമൺ സെൻസ് നമുക്ക് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഇത് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റാത്ത, ഇത് എന്തോ വലിയ, പലരും അയ്യോ നെറ്റ് ക്ലിയർ ചെയ്യുന്ന, പിന്നെ 6% കണക്ക് ആലോചിച്ചിട്ട് വെറുതെ ചിന്തിച്ച് തല പുണ്ണാക്കുന്ന ആളുകളുണ്ട്. അയ്യോ, ആദ്യത്തെ 6% ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു എക്സാം ആണ്, അപ്പൊ ഇത്ര പേര് എഴുതുമ്പോൾ അതിൽ ആദ്യത്തെ 6% എന്ന് പറയുമ്പോൾ ഇത്ര പേരേ വരുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ട്. ഇപ്പൊ JRFന്റെ കേസിലാണെങ്കിൽ ആദ്യത്തെ 1%. ശരിക്കും നമ്മൾ അങ്ങനെ ആലോചിച്ച് തന്നെ നമുക്കത് ടെൻഷനാ. അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഒരു എക്സാം എഴുതുന്ന സമയത്ത് അതിൽ ആദ്യത്തെ 1% എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പേടി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് തന്നെയായിരുന്നു എനിക്ക് JRF എഴുതുമ്പോൾ നമുക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അയ്യോ, ഇന്ത്യയിൽ മുഴുവനായിട്ട് എഴുതുന്ന ഒരു എക്സാം, അതിനകത്ത് ആദ്യത്തെ 1% ആളെന്ന് പറയുമ്പോൾ എത്ര കുറച്ച് ആളുകളായിരിക്കും, അതിനകത്ത് നമുക്ക് പെടാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഭയങ്കര ടെൻഷനാ. ആ ടെൻഷൻ ആദ്യം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം ചെയ്ത ഒരു കാര്യം അതാണ്. ഇത് JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോ ഞാൻ ആദ്യം മാറ്റി വെച്ചൊരു ഐഡിയ എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ 1% വരുമോ? അതായത് ഇന്ത്യയിൽ ഇത്രയും, അത് ഇപ്പൊ എന്റെ സബ്ജക്ട് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനത്തിലും ഉള്ളൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൽ കാൻഡിഡേറ്റ്സ് ഒത്തിരി ഉണ്ട്. ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉള്ള സബ്ജക്റ്റിൽ ഒന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉള്ള സബ്ജക്ട് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്, കൊമേഴ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉള്ളത്. അപ്പൊ കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണത്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ ചെയ്യും. അയ്യോ, അങ്ങനെ ആദ്യത്തെ 1% എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെങ്കിലും അത്രയും പഠിക്കണം, അങ്ങനെ നമുക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ നമുക്കൊരു തോന്നൽ വരും. നമ്മളെ എപ്പോഴും ഇങ്ങനെ സെൽഫ് ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയൊന്നും ആയിരിക്കില്ല പഠിക്കുന്നത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ ചില യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു പറയുന്ന പോലെയാണ്. ചിലരൊക്കെ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പഠിക്കുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ, നമ്മൾ ഇത്രയും പഠിച്ച് നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യാനോ, അവർ അത്രയും പഠിക്കുന്ന അവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് നമുക്ക് വരും. നമ്മൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. 10 മണിക്കൂർ പഠിക്കുന്നവർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര മണിക്കൂർ, ഇപ്പൊ ഒരാൾ പറയാണ് ഞാൻ 12 മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്ന് പറയാം, ഒരാൾ പറയാണ് ഞാൻ 4 മണിക്കൂർ പഠിക്കുന്നുള്ളെന്ന്. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല 12 മണിക്കൂർ പഠിക്കുന്ന ആളുമായിട്ട് ഈ 4 മണിക്കൂർ പഠിക്കുന്ന ആൾ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്കൂർ പഠിക്കുന്ന ആളാണ് വിജയിക്കാൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് അവിടെ മാറ്റർ. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഏത്, ആവശ്യമില്ലാത്തത് ഏതെന്ന് നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റണം. നമുക്കിപ്പോ ഒത്തിരി സോഴ്സുകൾ ഉണ്ട്. നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒത്തിരി സോഴ്സ്. പലരും ചോദിക്കാറുണ്ട് ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്, ഏതാ നോക്കേണ്ടത്. ഇത് നമുക്ക് ഒത്തിരി, പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സോഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് സോഴ്സ് ഞാൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. പണ്ട് നമുക്ക് മെറ്റീരിയൽ ഇല്ലാത്തതായിരുന്നു പ്രശ്നം. അതായത് നമുക്ക് പഠിക്കാൻ ഒരു മെറ്റീരിയൽ ഇല്ല, നമ്മൾ എവിടെ നോക്കി പഠിക്കും എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഏത് നോക്കി പഠിക്കും എന്നുള്ളതായി. കാരണം അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആ ബുക്ക്, ഈ ബുക്ക്, പിന്നെ അവിടെ അത്ര വീഡിയോ, ഇത്ര വീഡിയോ. അപ്പൊ
നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത്, അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് കൃത്യമായിട്ട് ആ ബേസ് മുതൽ നമുക്ക് എല്ലാം കിട്ടുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഇപ്പൊ യൂട്യൂബിൽ നോക്കി പഠിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ കുറേ ബുക്കുകൾ റെഫർ ചെയ്യുക, കുറേ വീഡിയോസ് കാണുക, അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര സ്കാറ്റേർഡ് ആയി പോകും. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ റിസർച്ച് പഠിക്കുവാണെന്ന് വിചാരിച്ചോ, ആ റിസർച്ച് പഠിക്കുമ്പോൾ ലിമിറ്റഡ് ആയിട്ട് പഠിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ബുക്ക് പഠിക്കുകയാണെങ്കിൽ ആ ബുക്കിലുള്ള റിസർച്ചിന്റെ ഏരിയ പഠിക്കുക. അതല്ലാണ്ട് നമ്മളിപ്പോ ഒരു അരിഹന്തിന്റെ ടെക്സ്റ്റ് വാങ്ങിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഉപകാരന്റെ ടെക്സ്റ്റ് വാങ്ങിക്കുക. ഇനി അരിഹന്തിലില്ലാത്ത എങ്ങാനും വേറെ എന്തെങ്കിലും, ഇനിയിപ്പോ എന്താണ്, ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞ പോലെ ഇനി അവിടെ ഉപകാരമില്ല എങ്ങാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോ അങ്ങനെ ടെൻഷനുള്ള ആളുകളാണെങ്കിൽ മാക്സിമം 2 ടെക്സ്റ്റ്, അതിൽ കൂടുതൽ ടെക്സ്റ്റുകൾ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. കാരണം ഇത് പഠിച്ച് തീരില്ല. അതായത് നമ്മൾ മിനിമം പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇത്ര സിലബസ് ഉണ്ടാവുമ്പോൾ നമ്മൾ മിനിമം ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാം. ഇപ്പൊ നമ്മൾ ഫോക്കസിന്റെ ക്ലാസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ആയിട്ട് ചെയ്യാം. അപ്പൊ അത്രയും മതി, നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. ഇപ്പൊ ഒരു ടോപ്പിക്കിന് നിങ്ങൾ ഒന്ന് പഠിക്കുന്നു, പിന്നെ വീഡിയോ കണ്ട് അതൊന്ന് റിവിഷനായി, അവിടെ തീർന്നു. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഒത്തിരി ബുക്കുകൾ റെഫർ ചെയ്ത് പിന്നെയും കുറേ എന്താണ് തിയറി പഠിക്കുക എന്നുള്ളത് ഒരു മോശം സ്ട്രാറ്റജിയാണ്. നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ ലിമിറ്റഡ് ആയിട്ട് പഠിക്കുക, പഠിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു ടേം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരു ടേം നിങ്ങൾ കാണുവാണ്, ആ ടേം എന്താണെന്ന് മനസ്സിലായില്ല, അപ്പൊ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിന് മലയാളം മീനിങ് വരെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി തന്നെ അത് സൈഡിൽ നോട്ട് ചെയ്ത് അത് മനസ്സിലാക്കി പോവുക. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും ചെയ്താൽ മതി. വലിച്ചു വാരി ഒരിക്കലും പഠിക്കരുത്. അത് ഏത് സബ്ജക്റ്റിലാണെങ്കിലും വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സ്മാർട്ടായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അധികം സമയമില്ല. അപ്പൊ ഒത്തിരി സമയം നിങ്ങൾ കളയാതെ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ പഠിക്കുക. ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് തീർക്കുന്ന രീതിയിൽ. ഇപ്പോ പേപ്പർ 1 ഓരോ ദിവസവും വെച്ചിട്ട്, ഇപ്പം കമ്മ്യൂണിക്കേഷനും ICT-യുടെ കൂടെ ഒരു 2 ദിവസം എടുക്കുക. ആ 2 ദിവസം കൊണ്ട് തീർക്കുക. അങ്ങനെ ടോപ്പിക്കുകൾ ഇപ്പൊ 10 ടോപ്പിക്കിനെ നമ്മൾ ഒരു 10 ദിവസം കൊണ്ട് തീരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് തീരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. ബാക്കി സമയം പേപ്പർ 2-നും പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിനും കൂടെ വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി അതിന് ഭയങ്കര ടെൻഷൻ അടിച്ച് ഇതാവണ്ട, കിട്ടുന്ന സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഇവിടെ ഒന്ന് ട്രൂ ആയാൽ മറ്റേത് ഫോൾസ് ആവുന്നത് എന്താണ്? ഒന്ന് ട്രൂ ആയാൽ മറ്റേത് ഉറപ്പായിട്ടും ഫോൾസ് ആവുക എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി ആണ്. അപ്പോ സമ്മിന്റെ കോൺട്രഡിക്ടറി എന്താണ്? നോയാണ് അല്ലേ? അപ്പോ അത് ആൻസർ ആയിട്ട് വരുന്ന എന്താണ്? സി ആണ്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രറി എന്താണെന്ന്. നോയുടെ കോൺട്രറി എന്താണ്? ഓൾ അല്ലേ? കോൺട്രറി എന്ന് പറയുന്നത് ഓളും നോയും ആണ്. സബ് കോൺട്രറി എന്താണ്? സമ്മും സം നോട്ടും. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പൊ നോയുടെ കോൺട്രഡിക്ടറി ഓൾ ആണ് അല്ലെ? എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്. ഇനി പ്രത്യേകം നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം, ഇവിടെ ഇപ്പൊ സമ്മ്, സം നോട്ട്, നോയ്, ഓള് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇനി ഒരു ട്വിസ്റ്റ് ഞാൻ പറയാം. ഇനി ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് ഓൾ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ നോൺ കൈൻഡ് ഹാർട്ടഡ് ഹ്യൂമൻ ബീയിങ്സ് എന്നായിരുന്നെങ്കിലോ അത് തെറ്റായേനെ. ഓൾ നോൺ എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും? നോ എന്നായി മാറും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു സെന്റൻസിൽ ഓളും നോണും വന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും? നോ ആയി മാറും. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യണം. നിങ്ങൾ ഈ ആദ്യത്തെ ഓള് കാണുമ്പോ ചാടി കയറി ആൻസർ അതാണെന്ന് വിചാരിക്കും. ഇവിടെ ഇപ്പോ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ചിലപ്പോ ഓൾ എന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ ഭാഗത്ത് നോൺ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഓളും നോണും ഒരു സെന്റൻസിൽ വന്നാൽ അത് എന്തായി മാറും? നോ എന്നായി മാറും. ഇനി നോയും നോണും ഒരു സെന്റൻസിൽ വന്നാലോ അത് ഓളായി മാറും. മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു ഓപ്ഷൻ ഓൾ നോണും ഒരു ഓപ്ഷൻ നോ നോണും ആണെങ്കിൽ നിങ്ങൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? നോ നോൺ ആണ്. അതാണ് ഓൾ എന്നുള്ള ആൻസർ ആയിട്ട് വരിക അല്ലേ? ക്ലിയർ ആണോ? അത് കൺഫ്യൂഷൻ ആയിട്ടില്ലല്ലോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ഓൾ
നോൺ എന്ന് വന്നാൽ, അതായത് ഇപ്പൊ ഞാൻ ഈ സെന്റൻസിന് ഓൾ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ നോൺ കൈൻഡ് ഹാർട്ടഡ് ഹ്യൂമൻ ബീങ്സ് എന്ന് വന്നാൽ അതിന്റെ അർത്ഥം നോ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ കൈൻഡ് ഹാർട്ടഡ് ഹ്യൂമൻ ബീങ്സ് എന്നാണ്. ഓളും നോണും ഒരു സെന്റൻസിൽ വന്നാൽ അത് എന്തിന് ഇക്വലന്റ് ആണ്? നോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ഇക്വലന്റ് ആണ്. ഇനി നോയും നോണും ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നാലോ അത് ഓളിന് ഇക്വലന്റ് ആണ്. അപ്പൊ അങ്ങനെയും വരാം. അപ്പൊ അതുകൊണ്ട് ഓൾ എന്ന് കണ്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ എക്സാമിന്റെ ഒരു പാറ്റേണിൽ ഇതൊക്കെയാണ് അവർ കൊണ്ടുവരുന്ന ഒരു സാധനം. അതായത് നമ്മൾ ആദ്യത്തില് ഫുള്ള് വായിക്കാതെ പോകുന്നവർക്ക് പണി കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതായത് പലരും പിന്നെ അതേപോലെ വേറൊരു കാര്യം കണ്ട് നിങ്ങൾ ആരെങ്കിലും എഴുതിയ എക്സാമിൽ ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റീസണിങ്ങിന്റെ കേസിൽ, അതായത് മാത്തമെറ്റിക്കൽ റീസണിങ് ഉണ്ട് അല്ലെ, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, അതിനകത്ത് എനിക്ക് തോന്നുന്ന കഴിഞ്ഞ തവണ ഇംഗ്ലീഷിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിന്റെ മാനേജ്മെന്റിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന എക്സാം ഇംഗ്ലീഷിന്റെ മാനേജ്മെന്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇംഗ്ലീഷിന്റെ മാനേജ്മെന്റിന്റെ ആണെന്ന് തോന്നുന്നുണ്ട്, ഇംഗ്ലീഷിന് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഉറപ്പില്ല, മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ വേറെ ഏതോ 1-2 സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതായിരുന്നു 2 കോളം. അതിനകത്ത് ഒന്നിനകത്ത് വേർഡും ഒന്നിനകത്ത് യുണീക്ക് കോഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫസ്റ്റ് കോളത്തില് പ്രൈം, പിന്നെ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ ഫുള്ള് വേർഡുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിട്ട് ഇപ്പുറത്തെ കോളത്തില് നമ്പേഴ്സാ കൊടുത്തിട്ടുള്ളത്, യുണീക് കോഡ്. അപ്പൊ പലരും ഇത് വേറെന്തോ സംഭവമാണ്, ഇത് ഏത് ഏരിയയിൽ നിന്നാണ് വന്നതെന്ന് പോലും മനസ്സിലാവാതെ പലരും അത് ആ ആൻസർ അറിയില്ല എന്ന് വിചാരിച്ച് വെറുതെ കറക്കി കുത്തിയൊക്കെ വന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പലരും എന്റെ അടുത്ത് ചോദിച്ചു ഇത് ഏത് ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ, അത് എന്താ ക്വസ്റ്റ്യൻ, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് റീസണിങ്ങിൽ ഏതാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ സാധാരണ ഈ ലെറ്റർ എഴുതിയിട്ട് ഇപ്പൊ ഇഫ് കപ്പ് ഇസ് ഈക്വൽ ടു 12 then what is the code for coffee എന്നില്ലേ, ആ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അയ്യോ അതായിരുന്നോ. അപ്പൊ പക്ഷെ അത് കണ്ടിട്ട് മനസ്സിലായി, കാരണം ഇത്രയും നാള് ചോദിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാണത്. പക്ഷെ അത് മാറ്റിയിട്ട് അവരെന്ത് ചെയ്ത് ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ട് ഇപ്പുറത്ത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അതിന്റെ കോഡുകൾ എഴുതിയിട്ടു. പലർക്കും ഇത് മനസ്സിലായില്ല, ഇതെന്തോ വേറെന്തോ കോഡാണ്, ഇനി ICT-യിൽ എന്തെങ്കിലും കോഡാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് പലർക്കും അത് മനസ്സിലാവാതെ പോയി. ആരെങ്കിലും ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ചോദിക്കാം, മനസ്സിലായോ? അതായത് അപ്പൊ ചിലപ്പോ നമ്മൾ ആദ്യമായിട്ട് അത് കാണുമ്പോൾ, ഒന്നാമത് നമ്മൾ എക്സാമിന്റെ സമയത്താണ് അത് ആദ്യമായിട്ട് കാണുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ അല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെയൊക്കെ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യും. ഒന്നാമത് എക്സാം ഹാളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും കയറുന്നത്. അതിനിടയിൽ നമ്മൾ ഒട്ടും പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക് ആയിട്ട് ഇത് എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റാതെ ആയി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? കയ്യിലുണ്ടോ? അവൈലബിൾ ആണോ എല്ലാവരുടെയും കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ? ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവര് അത് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തവര് ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരാം. എന്റെ കയ്യിൽ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോ അത് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ പരിചയക്കുറവ് ഉണ്ടാവില്ല ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ. അപ്പൊ 5th ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is logically fallacious? Fallacious എന്ന് പറയുമ്പോൾ എന്താണ്? ഫാലസി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളടുത്ത് വേർഡുകൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. നമ്മുടെ ഉത്തരം എന്താണെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ചോദിച്ചതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇന്ത്യൻ ലോജിക് അനുസരിച്ചിട്ട് ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫാലസി എന്നാണ് ചോദിച്ചേക്കുന്നത്? ആസ് പെർ ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് ബിക്കോസ് ദ മിഡിൽ ടേം ഇസ് നോൺ എക്സ്ക്ലൂസീവ്. നമ്മള് ഇന്ത്യൻ ലോജിക്കിൽ ഒരു ക്വസ്റ്റ്യനെ സമീപിക്കുമ്പോൾ നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ നമുക്ക് എളുപ്പമാണ്. എന്താണ് മിഡിൽ ടേം, എന്താണ് പ്രെഡിക്കേറ്റ്, സബ്ജക്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഓക്കെ, ദ ഹിൽ ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഈസ് നോവബിൾ. ഹില്ലിൽ ഫയർ ഉണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് നോവബിൾ. ഇവിടെ ഏതായിരിക്കും കൺക്ലൂഷൻ, ഏതായിരിക്കും പ്രെഡിക്കേറ്റ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ലോജിക്ക് കിട്ടുമ്പോൾ. മറ്റേതിനകത്ത് നമ്മൾ ആദ്യം പറയുന്ന 2 സ്റ്റേറ്റ്മെന്റ് പ്രിമൈസും മൂന്നാമത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനും ആണെന്ന് അറിയാം. ഇന്ത്യൻ ലോജിക്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? വെസ്റ്റേൺ ലോജിക്കിൽ അതേ ഫോർമാറ്റ് അല്ല നമ്മൾ ഇന്ത്യൻ ലോജിക്കിൽ ഫോളോ ചെയ്യുന്നത്. അവിടെ വ്യത്യാസമുണ്ട്, ഞാൻ പറയാം. ഇപ്പൊ ഈ ഒരു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അവിടെ ദ ഹിൽ ഹാസ് ഫയർ, കുന്നില് തീയുണ്ട്.
എന്ന് നമ്മൾ ഒരു കാര്യം പ്രസ്താവിക്കല്ലേ, അപ്പൊ അതായിരിക്കും കൺക്ലൂഷൻ. ഓക്കെ, ആദ്യമാണ് കൺക്ലൂഷൻ പറയുന്നത്. അതേസമയം വെസ്റ്റേൺ ലോജിക്കിലോ 2 പ്രിമൈസ് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുവാണ്. ഓക്കെ, ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കുറെ അധികം ഒഴിവാക്കാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഇതാണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ നമ്മൾ ഒരു പ്രിമൈസ് വെച്ചിട്ടാണ് കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഇന്ത്യൻ ലോജിക്കില്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ബിക്കോസ് ഇറ്റ് ഈസ് നോവബിൾ, കാരണം അത് അറിയാവുന്നതാണ്. അപ്പൊ ഏതായിരിക്കും മിഡിൽ ടേം? നോവബിൾ എന്നുള്ളതാണ് മിഡിൽ ടേം. ക്ലിയർ ആണോ? അപ്പോ നമ്മുടെ കൺക്ലൂഷൻ ഹിൽ ഹാസ് ഫയർ എന്നും ഇറ്റ് ഈസ് നോവബിൾ എന്നുള്ളത് പ്രിമൈസും, അതില് മിഡിൽ ടേം എന്ന് പറയുന്നത് നോവബിൾ എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. സൗണ്ട് ഈസ് ഇറ്റേണൽ. ഏതാണ് കൺക്ലൂഷൻ? സൗണ്ട് ഈസ് ഇറ്റേണൽ. ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. ഓഡിബിൾ എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടേം. അത് ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഫയർ ഈസ് കോൾഡ്. അതാണ് കൺക്ലൂഷൻ. ഏതാണ് പ്രിമൈസ്? ബിക്കോസ് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മിഡിൽ ടേം. ഇനി ഓൾ തിങ്സ് ആർ നോൺ ഇറ്റേണൽ. അത് കൺക്ലൂഷൻ. ബിക്കോസ് ദേ ആർ നോവബിൾ. നോവബിൾ എന്ന് പറയുന്നത് മിഡിൽ ടേം. ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫാലസി ആയിട്ട് വരുന്നത്? ബിക്കോസ് മിഡിൽ ടേം ഇസ് നോൺ എക്സ്ക്ലൂസീവ്. അതായത് മിഡിൽ ടേമിനെ അപ്പൊ നമ്മൾ എല്ലാത്തിലും ഐഡന്റിഫൈ ചെയ്തല്ലോ. ഇവിടെ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റില് ഒരു ഫാലസി ഉണ്ട്. ആ ഫാലസി അവിടെ വരാനുണ്ടായ കാരണം എന്താണ്? അതിന്റെ മിഡിൽ ടേം എന്തല്ല? എക്സ്ക്ലൂസീവ് അല്ല. അതായത് ആ മിഡിൽ ടേം അതിന് മാത്രം ഉപയോഗിക്കുന്ന, എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിഡിൽ ടേം ആണ്. അതായത് ആ മിഡിൽ ടേം എക്സ്ക്ലൂസീവ് അല്ലാത്തത് കൊണ്ട് ഇവിടെ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു ഫാലസി സംഭവിച്ചിട്ടുണ്ട്. സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഫയറിലും കോൾഡിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതല്ലേ? ഓഡിബിൾ, നോവബിൾ, ഇതിനകത്ത് ഏതാണ് എക്സ്ക്ലൂസീവ് അല്ലാത്തത് കൊണ്ട് ഉണ്ടായ ഫാലസി ആവുക? അതായത് 2 ടേമിലും എക്സ്ക്ലൂസീവ് ആയിരിക്കണം. ഏതാണ് അങ്ങനെ എക്സ്ക്ലൂസീവ് അല്ലാതെ വന്നേക്കുന്നത്? ആ ബി ഒന്ന് നോക്കിയേ. ഓഡിബിൾ എന്ന് പറയുന്നത് അത് സൗണ്ടിന് മാത്രമല്ലേ ഓഡിബിലിറ്റി പറയുള്ളൂ. ഓഡിബിലിറ്റി നമുക്ക് എക്സ്റ്റേണലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നോവബിൾ, ഹില്ല് നോവബിൾ ആണ്, ഫയർ നോവബിൾ ആണ്, സൗണ്ട് ഓഡിബിൾ ആണ്. ഇറ്റേണൽ, ഇറ്റേണൽ എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്തത്. ഇറ്റേണൽ ഓഡിബിൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ഇനിയിപ്പോ നോക്കിയേ, ഫയർ സബ്സ്റ്റൻസ് ആണ്, കോൾഡ് നമുക്കൊരു സബ്സ്റ്റൻസ് എന്നുള്ള രീതിയിൽ പറയാം അല്ലെ? ഫയർ ഇസ് കോൾഡ് എന്ന്, ഫയർ കോൾഡ് ആണ്. അപ്പൊ തണുപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അല്ലെ? അതിനൊരു സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി വസ്തുക്കൾ നോവബിൾ ആണ്, നോൺ ഇറ്റേണൽ നോവബിൾ ആണ്. അപ്പൊ ഇതൊക്കെ എക്സ്ക്ലൂസീവ് ആണ്. ഇതിൽ നോൺ എക്സ്ക്ലൂസീവ് അയക്കുന്നത് എവിടെയാണ്? ബിയിലാണ്. അപ്പൊ ഈ മിഡിൽ ടേം എന്താണെന്ന് നമുക്ക് മനസ്സിലായാലാണ് അവിടെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ആ മിഡിൽ ടേം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യേണ്ടത്. അതായത് ആ മിഡിൽ ടേം നമ്മൾ രണ്ടിലും എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് രണ്ടിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയേക്കുന്ന മിഡിൽ ടേം ആണോ എടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ മിഡിൽ ടേം ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കൺക്ലൂഷന്റെ രണ്ടിലും നമ്മൾ ചേർത്ത് വെച്ച് നോക്കുക. ഓക്കെ, ഇതിന്റെ കൂടെ ഇത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതിൽ ഏതിലാണ് മാച്ച് ആവാത്തത്? അതായിരിക്കും ഫലേഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ ഇന്ത്യൻ ലോജിക്ക് വരുമ്പോ നമ്മള് ബിക്കോസ് തുടങ്ങുന്ന സെന്റൻസ് ആയിരിക്കും പ്രിമൈസ്. ഈസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കും. അപ്പൊ ആ ബിക്കോസ് വരുന്ന ഭാഗത്ത് വേർഡ് ആയിരിക്കും എന്ത്? മിഡിൽ ടേം. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഐഡിയ ക്ലിയർ ആയോ? ആ ബിക്കോസ് എന്ന് തുടങ്ങിയിട്ട് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് പരാമർശിക്കുന്ന വേർഡ് ആയിരിക്കും നമ്മുടെ മിഡിൽ ടേം. അതുപോലെ ആദ്യം പറയുന്ന ഉറപ്പില്ല, ചിലപ്പോ ബിക്കോസ് ഇറ്റ് ഈസ് നോവബിൾ വി നോ ദാറ്റ് ഹിൽ ഹാസ് ഫയർ, ഇങ്ങനെയാണ് തന്നതെങ്കിലോ അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെന്റൻസ് തന്നെയാണ് നമ്മൾ കൺക്ലൂഷൻ ആയിട്ട് പറയേണ്ടത്. ചിലപ്പോൾ ആദ്യം കൊടുക്കും, അത് നമ്മൾ നോക്കണ്ട. ആദ്യം അവസാനത്തെ നിങ്ങൾ നോക്കരുത്. സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഈസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? കൺക്ലൂഷൻ ആയിരിക്കും. അതേസമയം കാരണം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അത് പ്രിമൈസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ കാരണം പറയുന്ന ഭാഗത്ത് വരുന്ന വാക്കായിരിക്കും മിഡിൽ ടേം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ആദ്യം നമ്മൾ വേർതിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റണം. എന്നാലാണ് നമുക്ക് മറ്റു കാര്യങ്ങൾ നമുക്ക്
അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു പ്രോസസ്സാണ്. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ആ പ്രോസസ്സ് നമ്മൾ ആദ്യം ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആറാമത്തത് വീണ്ടും ഫാലസി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇഫ് ദ പ്ലെയിൻ ടേക്സ് ഓഫ് ഫ്രം എയർ സ്ട്രിപ്പ് ബി ദെൻ ഇറ്റ് ഈസ് സൗത്ത് ബൗണ്ട്. ഈ പ്ലെയിന് എയർ സ്ട്രിപ്പ് ബിയിൽ നിന്നാണ് പോയതെങ്കിൽ അത് സൗത്തിലേക്ക് പോകുന്നതാണ്. അതായത് ബി എന്ന് പറയുന്ന ഒരു എക്സിറ്റിൽ നിന്നാണ് ആ എയറോപ്ലെയിന് പോയതെങ്കിൽ അത് സൗത്ത് ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. ദ പ്ലെയിൻ ഡിഡ് നോട്ട് ടേക്ക് ഓഫ് ഫ്രം എയർ സ്ട്രിപ്പ് ബി. പ്ലെയിൻ എയർ സ്ട്രിപ്പ് ബിയിൽ നിന്നല്ല പോയത്, അതുകൊണ്ട് അത് സൗത്ത് ബൗണ്ട് ആയിരിക്കില്ല. ഏതാണ് ഈ ആയിരിക്കില്ല? നമ്മളിത് കുറെ ചെയ്തതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ ആയിരിക്കില്ല എന്ന് പറയുമ്പോ എന്തായിരിക്കും? അത് അല്ല എന്നാണ്. അപ്പൊ അഫേമിങ് വരുമോ? അഫേമിങ് എന്ന് എവിടെ അഫേമിങ് എന്ന് പറയുന്ന വേർഡ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ therefore കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിലാണ് നമുക്ക് അഫേമിങ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ പറയാണ് therefore I am going there എന്ന് പറയുകയാണെങ്കിൽ അതൊരു അഫേമിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അഫേമിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരു കാര്യം അഫേം ചെയ്യാണ്. അതായത് ഞാൻ അവിടെ പോകും എന്ന് പറയുകയാണെങ്കിൽ അതൊരു അഫേമിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതേസമയം അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിലോ അത് ഡിനൈയിങ് ആണ്. അപ്പൊ നോട്ട് എന്ന് therefore കഴിഞ്ഞിട്ട് നോട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും അഫേമിംഗ് ദി കോൺസിക്വന്റ് ആയിരിക്കില്ല നമ്മുടെ ഉത്തരം. അതാണ് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക്. ക്ലിയർ ആണോ? അതായത് ഇപ്പൊ ഞാൻ പറയാണ് ഇത് ഇവിടെ നിന്നാണ് പോയത്, അപ്പോ ഇവിടുന്ന് പോകുന്നതെല്ലാം സൗത്തിലേക്കാണ്, പ്ലെയിന് ബിയിൽ നിന്നാണ് പോയത്, അതുകൊണ്ട് പ്ലെയിന് സൗത്ത് ബൗണ്ട് ആയിരിക്കും എന്ന് പറയുന്നത് ഫാലസി ഓഫ് അഫേമിംഗ് ദി കോൺസിക്വന്റ് ആണ്. ആണ് എന്നാണ് പറയുന്നതെങ്കിൽ അഫേമിംഗ്, അല്ല എന്നാണെങ്കിലോ ഡിനൈയിങ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? അല്ല എന്നല്ലേ? അപ്പൊ അതെന്തായിരിക്കും? ഡിനൈയിങ്. അപ്പൊ അഫേമിംഗ് ദ കോൺസിക്വന്റും ഡിനൈയിങ് ദി കോൺസിക്വന്റും കാണുമ്പോ therefore കഴിഞ്ഞിട്ട് നോട്ടാണെങ്കിൽ ഡിനൈയിങ്ങും നോട്ടില്ലെങ്കിൽ അത് അഫേമിംഗും ആയിരിക്കും. ഓക്കെ, ഇനി മറ്റ് രണ്ട് ഫാലസികൾ എന്താണ്? എക്സ്ക്ലൂസീവ് പ്രിമൈസ് എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നെഗറ്റീവ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് നോ എന്ന് പറയുന്ന ഒരു പ്രിമൈസ്, സം നോട്ട് എന്ന് പറയുന്ന ഒരു പ്രിമൈസ്, അതിൽ നിന്ന് എനിക്ക് ഒരിക്കലും therefore all എന്നോ therefore some എന്നുള്ളതോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ രണ്ട് പ്രിമൈസും എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ട് നെഗറ്റീവ് പ്രിമൈസുകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള ഫാലസിയാണ് ഫാലസി ഓഫ്. അങ്ങനെ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഫാലസിയാണ്? എക്സ്ക്ലൂസീവ് പ്രിമൈസ് ഫാലസിയാണ്. ഒരിക്കലും നമുക്ക് രണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതാണ് എക്സ്ക്ലൂസീവ് പ്രിമൈസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫാലസി ഓഫ് 4 terms എന്ന് പറയുന്നത്? ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫാലസി ഓഫ് 4 terms ഏതൊക്കെയാ? 3 term നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഒരു മിഡിൽ ടേം ഉണ്ടാവും, ഒരു മൈനർ ടേം ഉണ്ടാവും, ഒരു മേജർ ടേം ഉണ്ടാവും. 3 term ഉണ്ടാവാൻ പാടുള്ളൂ. ഏതൊരു ലോജിക്കൽ റീസണിങ്ങിലും 3 term ഉള്ളൂ. 4മതൊരു ടേം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഫാലസിയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെ 4മതൊരു ടേമും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷൻ നമുക്ക് വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അതൊരു തെറ്റാണ്. അതെങ്ങനെ മാം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഒരു 2 സ്റ്റേറ്റ്മെന്റ് വരുമ്പോ, അതായത് നമുക്ക് 2 വേർഡുകൾ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ ഓൾ മെൻ ആർ മോർട്ടൽ, നോ മെൻ ആർ മോർട്ടൽ. ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയാണ്, അതിനകത്ത് 3മതൊരു വാക്കുകൂടെ ഞാൻ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചു. അതായത് 2 പ്രിമൈസ് കൂടാതെ 3മതൊരു പ്രിമൈസും കൂടെ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ ഒരു ടേമും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. അതായത് എപ്പോഴും 2 പ്രിമൈസേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ 2 പ്രിമൈസിൽ തന്നെ മിഡിൽ ടേം രണ്ട് പ്രിമൈസിലും മിഡിൽ ടേം ആയിരിക്കണം കോമൺ ആയിട്ട് ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാന്ന് വിചാരിച്ചു, ഓൾ മെൻ ആർ മോർട്ടൽ, സം മെൻ ആർ വുമൺ, therefore എന്ന് പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ 4 ടേം വന്നു. അതായത് മിഡിൽ ടേം ആയിരിക്കണം 2 എടുത്ത് കോമൺ ആയിട്ട് കാണേണ്ടത്. അതിന് പകരം ഞാൻ വേറൊരു ടേം ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോ, അപ്പൊ 4 ടേം ആയില്ലേ? സംഭവം മനസ്സിലായോ? അതായത് മിഡിൽ ടേം ആണ് ഈ 2 പ്രിമൈസിലും, ഓരോ മിഡിൽ ടേം കോമൺ ആയിട്ടുണ്ടാവും. പിന്നെ ആ 2 പ്രിമൈസിലും കൂടെ ആയിട്ട് മറ്റ് വേറെ 2 ടേമുകളും കൂടെ ഉണ്ടാവും. 2 ടേം 2ലും കോമൺ ആയിരിക്കും. അതിന് പകരം ഞാൻ ആ മിഡിൽ ടേം ഓരോ സെന്റൻസിലും
ഓരോ തവണ ഉപയോഗിക്കുന്നതിന് പകരം ഞാനിപ്പോ ആദ്യത്തെ സെന്റൻസിൽ ഞാൻ എങ്ങനെ പറഞ്ഞു? ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ സെന്റൻസ് പറയുമ്പോൾ ഞാൻ മോർട്ടൽ എന്ന് പറയുന്ന വാക്ക് വീണ്ടും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിനെ മിഡിൽ ടേം എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് പറയാതെ ഞാൻ വേറെ വീണ്ടും 2 ടേമുകൾ ഉപയോഗിക്കുകയാണ് അടുത്ത പ്രിമൈസിൽ. അന്നേരം അതെന്തായി? 4 ടേമായി. അവിടെ അപ്പൊ എന്തില്ല? മിഡിൽ ടേം ഇല്ല. ക്ലിയർ ആയില്ലേ? അവിടെ മിഡിൽ ടേം ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ കൺക്ലൂഷനിലേക്ക് എത്തുക? ആ മിഡിൽ ടേം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റിയത്. അങ്ങനെ മിഡിൽ ടേം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവിടെ 3 ടേമേ ഉണ്ടാവുള്ളൂ. പിന്നെ കാരണം മിഡിൽ ടേം 2 പ്രിമൈസിലും ഓരോന്ന് വന്നു. പിന്നെ ബാക്കി ആകെ 2 ടേം കൂടെ അല്ലേ ബാലൻസ് ഉള്ളൂ. അപ്പൊ 3 ടേം അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ മിഡിൽ ടേം അല്ലാതെ നമ്മൾ വേറൊരു ടേം കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായി? അതൊരു ഫാലസി ആയി. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനും പറ്റില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെ 4 ടേം വരാൻ പാടില്ല. 4 ടേം വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ മിഡിൽ ടേം ആയിരിക്കണം 2 പ്രിമൈസിലും കോമൺ ആയിട്ട് വരേണ്ടത്. ആ മിഡിൽ ടേം ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊരു ടേം പുതിയത് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ 4 ടേം ആയി. അപ്പൊ അത് പ്രശ്നമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ കൺക്ലൂഷൻ ഇല്ല അവിടെ, അല്ലെ? ഓക്കെ. 7ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ ഓപ്ഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 8th ക്വസ്റ്റ്യൻ നോക്കാം. I admit that there are people for whom even the existence of God is a big question. My answer is that I do not address them, but that I presuppose a minimum of reason in my readers. ഏത് ഫാലസിയാണ് വന്നേക്കുന്നതെന്നാണ്. സ്ലിപ്പറി സ്ലോപ്പ് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോവും, പിന്നെ അത് അടുത്തതിലേക്ക് പോവും, പിന്നെ അടുത്തതിലേക്ക് പോവും. അങ്ങനെ നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല എന്നുള്ളതാണ് സ്ലിപ്പറി സ്ലോപ്പ്, അല്ലേ? ഒരു എന്താണ് സ്ലിപ്പറി ആയിട്ടുള്ള വളരെ കുത്തനെയുള്ള ഒരു ഇറക്കത്തിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് തെറ്റിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ അതാണോ പ്രശ്നം? ഇവിടെ സ്ലിപ്പറി സ്ലോപ്പ് അല്ല പ്രശ്നം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. സ്ലിപ്പറി സ്ലോപ്പ് അല്ല. പിന്നെ എന്താണ്? ബെഗിങ് ദ ക്വസ്റ്റ്യൻ. എന്താ ബെഗിങ് ദ ക്വസ്റ്റ്യൻ? ഇപ്പോ നിനക്ക് ഭ്രാന്തുണ്ടോ, നീ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലേ? സ്ട്രോമൻ എന്താണ്? വീക്ക് ആയിട്ടുള്ള ആർഗ്യുമെന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇവിടെ ഏതായിരിക്കും വരിക? ഐ അഡ്മിറ്റ് ദാറ്റ് ദർ ആർ പീപ്പിൾ ഫോർ ഹും ഈവൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഞാൻ സമ്മതിക്കുന്നു, ചില ആളുകൾക്ക് ദൈവം എന്ന് പറയുന്ന ആ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യമാണ്. മൈ ആൻസർ ഈസ് ദാറ്റ്, എന്റെ ആൻസർ എന്താണ്? ഐ ഡു നോട്ട് അഡ്രസ് ദം, but that I presuppose a minimum of reason in my readers. ഇവിടെ എന്താ ശരിക്കും ചെയ്തിട്ടുള്ളത്? എന്റെ ഉത്തരം എന്താണ്? ഞാൻ അവരെ അഡ്രസ് ചെയ്യുന്നില്ല. ആരെ അഡ്രസ് ചെയ്യുന്നില്ല? അതായത് ദൈവം ഉണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാൻ അത് തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായി കാണുന്ന ആളുകളുടെ ആ ഒരു കാര്യത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? അഡ്രസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഐ പ്രീസപ്പോസ് എ മിനിമം ഓഫ് റീസൺ ഇൻ മൈ റീഡേഴ്സ്. ഞാനൊരു മിനിമം റീസൺ എന്ന് പറയുന്നത് എന്താണ്? റീസണിങ് കപ്പാസിറ്റി. അത് ഞാൻ എന്റെ റീഡേഴ്സിൽ ആഗ്രഹിക്കുന്നു. അതായത് ഒരു മിനിമം ചിന്താശേഷി ഞാൻ എന്റെ വായനക്കാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും കമ്മിറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ ഈ സ്ട്രോമൻ എന്ന് പറയുന്ന ഫാലസിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് ഒരു സാധനത്തിന് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചോ. അതായത് ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, എനിക്ക് അതിന് ക്ലിയർ ആയിട്ടൊരു ഉത്തരം അറിയില്ല. അപ്പൊ ഈ ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അന്ന് അത് വായിച്ചിട്ട് വരൂ. ഈ ചില ചർച്ചയിലൊക്കെ പറയാറുണ്ട്, അന്ന് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചു വരൂ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കൂ. അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതായത് എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ മൈഗ്രെയിൻ വന്നു കഴിയുമ്പോൾ എനിക്ക് ചിലപ്പോൾ വൊമിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ ഈ വൊമിറ്റിംഗ് കുറെ തവണ വൊമിറ്റ് ചെയ്താലാണ് മൈഗ്രെയിൻ അങ്ങ് പോവുള്ളൂ. അപ്പൊ ഒരു തവണ ഇതേപോലെ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്ത് പിന്നെ വൊമിറ്റിംഗ് നിൽക്കാതെ ആയിപ്പോയി. അപ്പൊ ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പം കാഷ്വാലിറ്റിയിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് പോയത്. ബൈസ്റ്റാൻഡറും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ പോയത്. അപ്പൊ അവര് കുറെ ടെസ്റ്റ് ഒക്കെ എടുത്തു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അപ്പൊ ബൈലിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പോ ഇങ്ങനെ ബൈല് വൊമിറ്റ് ചെയ്യാറുണ്ടെന്ന്. അപ്പോഴത്തേക്ക് അവര് ലിവർ ഫംഗ്ഷൻ ഇങ്ങനെയുള്ള കുറെ ടെസ്റ്റുകൾ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൈഗ്രെയിന്റെ ഇഷ്യൂ ഉണ്ട്, എനിക്ക് ഉണ്ടാവാറുണ്ടെന്ന്. അപ്പൊ അവര് കോവിഡ് ഒക്കെ ഒന്ന് കുറഞ്ഞ സമയമാണ്, പക്ഷെ എന്നാലും അവര് കോവിഡിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ ലിവർ ഫംഗ്ഷന്റെ ടെസ്റ്റ്, ഇങ്ങനെ ഒത്തിരി ടെസ്റ്റുകൾ ചെയ്തു.
അപ്പൊ ഞാനിത് ബ്ലഡ് എടുക്കുന്നുണ്ട്, നമ്മള് ഒന്നാമത് അത്രയും വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടയർഡായിട്ട് അവര് ഡ്രിപ്പ് ഇട്ടതാണ്. അപ്പൊ എനിക്ക് ഏതൊക്കെ ടെസ്റ്റ് എടുത്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പൊ ഞാനിതൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പോ ഇത്രയും ടെസ്റ്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലിവർ ഫംഗ്ഷൻ, അതായത് അത്രയും ലിവറിന് പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ലിവർ ഫംഗ്ഷന്റെ ആ ടെസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുക. അപ്പൊ എന്റെ ഫാദർ മെഡിക്കൽ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചത് എന്തിനാ ഇത്രയും ടെസ്റ്റുകളൊക്കെ ചെയ്തതെന്ന്. അപ്പൊ ഞാൻ അവിടുത്തെ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിന് നിങ്ങൾ MBBS പഠിക്കണമെന്ന്. അപ്പൊ അതൊരു സ്ട്രോമൻ ഫാലസി ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാല് അപ്പൊ നമ്മൾ മെഡിസിൻ പഠിക്കാത്തതുകൊണ്ട് അപ്പൊ പിന്നെ നമ്മളൊന്നും മിണ്ടില്ല. അപ്പൊ അത് അവരുടെ ഒരു ടെക്നിക്കാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ ഞാൻ മെഡിസിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വരില്ലായിരുന്നു. അത് നമ്മൾ സർവീസിന് വേണ്ടി വരുന്നതാണ്. ആ സർവീസിന് വേണ്ടി വരുമ്പോൾ അവര് സർവീസ് ചെയ്തു തരിക എന്നുള്ളതും ആ സർവീസിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു തരിക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അതല്ലാതെ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അവരത് ഒരു ഭയങ്കര മണി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അവർക്ക് കുറച്ച് ടാർഗറ്റ് ഉണ്ട്, അത് മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ അത്രയും ടെസ്റ്റ് ചെയ്താണ്. അപ്പൊ അത് അയാൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതാണ് നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. അതായത് അത് ശരിക്കും സ്ട്രോമൻ ഫാലസിയാണ്. അതേ സംഭവമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സ്ട്രോമൻ ഫാലസിയാണ്. അതായത് അതൊരു എന്താണ് ആ ഒരു വീക്ക് ആർഗ്യുമെന്റിനെ കയറി, അതായത് ഞാൻ നിങ്ങളിൽ ഒരു മിനിമം ഒരു റീസണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, അതൊരു സ്ട്രോമൻ ഫാലസിയാണ്. ഇത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു ഫാലസിയാണ്, അതായത് തെറ്റാണ്. കാരണം നമ്മൾ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്രസ്സ് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, അതൊരു ഫാലസിയാണ്. അങ്ങനെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്ത് ചോദ്യമാണെങ്കിലും അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് മറ്റേ ആൾ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വേറെ വിഷയം. ഓക്കെ, അപ്പൊ അങ്ങനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എന്താണ് അതെന്താണ് നിങ്ങൾ മിനിമം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. അത് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവല്ല അല്ലെ. അവിടെ ചർച്ച വഴിതിരിച്ചു വിടലല്ല, ചർച്ചയിൽ തന്നെ നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു വീക്ക് ആർഗ്യുമെന്റിൽ കയറിയിട്ട്, അതായത് നിങ്ങൾക്ക് റീസണിങ് ഇല്ല എന്ന് പറയുന്ന ഒരു വീക്ക് ആർഗ്യുമെന്റ് ആണത്. അല്ല, അതൊരു സ്ട്രോങ് ആർഗ്യുമെന്റ് അല്ല. ഇപ്പം ആ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞ പോലെയാണ്. അതായത് നിങ്ങൾ മെഡിസിൻ പഠിക്കാത്തത് കൊണ്ട് എന്ന് പറയുന്നത് ഒരു വീക്ക് ആർഗ്യുമെന്റ് ആണ്. കാരണം മെഡിസിൻ പഠിക്കാത്ത എത്രയോ ആളുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പേഷ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണോ? അല്ലെങ്കിൽ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാനുള്ള അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന മൗലികാവകാശത്തിൽ വരുന്നതാണല്ലേ. നമ്മുടെ ശരീരത്തിൽ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. അപ്പൊ നമ്മളത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെഡിസിൻ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോമൻ ഫാലസിയാണത്. അപ്പൊ അത് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിന് നിങ്ങൾ ആദ്യം ഇത് പഠിച്ചിട്ട് വരൂ, അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നത് എന്താണ്, സ്ട്രോമൻ ഫാലസിയാണ്. അത് ശരിക്കും ഒരു ഫാലസി തന്നെയാണ് അല്ലെ. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അൻവിക്സിഗി അത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അത് വേണ്ട, ആ ക്വസ്റ്റ്യൻ വേണ്ട. ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. 10th ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇതേപോലെ കുറച്ച് ടേംസ് വരുന്നുണ്ട്. ആ ടേംസ് ഞാനൊന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അതായത് ഇങ്ങനെ അൻവിക്സിഗി, വാർത്ത, ഇങ്ങനെ കുറച്ച് സാൻസ്ക്രിറ്റ് ടേമുകൾ വന്നിട്ട് അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ടേംസുകൾ ഞാൻ പിക്ക് ചെയ്തിട്ട് അത് ബിഫോർ എക്സാമിന് മുന്നേ ആയിട്ട് ഞാൻ ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ടേമുകളൊക്കെ ഒന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ടേമുകളും അതിന്റെ കുറച്ച് സാൻസ്ക്രിറ്റ് ടേമുകളും. പിന്നെ അതേപോലെ ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് ഈ ഒരിടക്ക് ചോദിച്ചതായിരുന്നു, കുറെ പുസ്തകങ്ങൾ തന്നിട്ട് അത് ആരുടെയാണ്, അഷ്ടധ്യായി പാണിനിയുടെ ടെക്സ്റ്റ് ആണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അത് എഗെയിൻ അത് ഒന്ന് രണ്ട് ബുക്സ്. ഇപ്പൊ അഷ്ടധ്യായി ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഷ്ടധ്യായി ആരാണ് എഴുതിയതെന്ന്. പാണിനി എന്ന് പറയുന്ന ഒരു ഗ്രമേറിയൻ, മലയാളത്തിലൊക്കെ ഗ്രാമറൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് പാണിനി എന്ന് പറയുന്നത്. അപ്പൊ പാണിനി എന്ന് പറയുന്ന ഗ്രമേറിയൻ എഴുതിയ ടെക്സ്റ്റ് ആണ് അഷ്ടധ്യായി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഹയർ എഡ്യൂക്കേഷനിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്യണേ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, 10th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ, ഇഫ് നോ ആനിമൽസ് വിത്ത് ഹോൺസ് ആർ കാർണിവറസ് ഇസ് ഫോൾസ്. അതായത് നോ ഫോൾസ് ആയാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് കോഡ്. ഓക്കെ, ട്രൂ ആവുന്നത് എന്തായിരിക്കും? ഒരെണ്ണം ഫോൾസ് ആയാൽ ട്രൂ ആവുന്നത് എന്തായിരിക്കും? അതിന്റെ കോൺട്രഡിക്ടറി ആയിരിക്കുമല്ലോ. അപ്പൊ
എ എന്ന് പറയുന്ന അതിന്റെ കോൺട്രഡിക്ടറി ആണോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ എ ശരിയായിരിക്കും. ഓക്കെ, എ നോക്കിയേ, നോ എന്നുള്ളതിന്റെ കോൺട്രഡിക്ടറി ആണോ സമ്മ്? അല്ലേ, കോൺട്രഡിക്ടറി അല്ലേ? അപ്പൊ അത് ശരിയല്ലേ? ഒന്ന് ഫോൾസ് ആയാൽ മറ്റേത് ട്രൂ ആവുന്ന അതിന്റെ കോൺട്രഡിക്ടറി ആയിരിക്കും. അപ്പൊ എ കറക്റ്റ് അല്ലേ? അല്ലേ, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇനി ബി നോക്കിയേ, സം ആനിമൽസ് വിത്ത് ഹോൺസ് ആർ കാർണിവറസ് ഈസ് ട്രൂ. കറക്റ്റ് ആയിരിക്കോ? നോ ഫോൾസ് ആയാൽ സം നോട്ട് കറക്റ്റ് ആയിരിക്കോ? നോ ട്രൂ ആയാൽ സം നോട്ടും ട്രൂ ആയിരിക്കും. കറക്റ്റ് ആയിരിക്കോ? ഇല്ല, ബി പറയാൻ പറ്റില്ല. സി നോക്കിയേ, ഓൾ ആനിമൽസ് വിത്ത് ഹോൺസ് ആർ കാർണിവറസ് ഈസ് ഫോൾസ്. നോ ഫോൾസ് ആയാൽ ഓളും ഫോൾസ് ആവുമോ? ഫോൾസ് ആവാൻ വേണമെങ്കിൽ അല്ലെ, സാധ്യതയുണ്ട് അല്ലെ, സാധ്യതയുണ്ട്. ഇനി ഓൾ ആനിമൽസ് വിത്ത് ഹോൺസ് ആർ കാർണിവറസ് ഈസ് അണ്ടർമൈൻഡ്. നോ ഫോൾസ് ആയാൽ ഓൾ ആനിമൽസ് വിത്ത് ഹോൺസ് ആർ കാർണിവറസ് ഈസ് അണ്ടർമൈൻഡ്. അണ്ടർമൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ആവാം എന്ന് സാധ്യതയുണ്ടെന്ന്. നോ ഫോൾസ് ആയാൽ ഓൾ എന്താണ്? ട്രൂ ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നോ എന്നുള്ളത് തെറ്റാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓൾ എന്നുള്ളത് അണ്ടർമൈൻഡ് ആണ്, ശരിയാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഏതാണ് അപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൻസർ? എ ആൻഡ് ഡി അല്ലേ? ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഓൾ ആനിമൽസ് വിത്ത് കാർണിവറസ് ഈസ് ഫോൾസ്. നോ ഫോൾസ് ആയാൽ ഓൾ ഫോൾസ് ആവണം എന്ന് നിർബന്ധമുണ്ടോ? ക്യാൻ ബി ഫോൾസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാമായിരുന്നു. വ്യത്യാസം മനസ്സിലായോ? നോ ഫോൾസ് ആണ്, ഓളും ഫോൾസ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ആവാം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈസ് ഫോൾസ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് പറഞ്ഞു വെച്ചേക്കുന്നത് എടുക്കാൻ പറ്റില്ല. അപ്പോ എയും ഡിയുമാണ് കുറച്ചുകൂടെ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. പിന്നെ ഞാൻ മാക്സിമം എക്സാം വരെ നിങ്ങൾക്ക് മൈൻഡ് മാപ്പോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചോദിക്കാം. പിന്നെ ഞാൻ മൈൻഡ് മാപ്പിന്റെ കാര്യം ഞാൻ ഇന്നും നാളെ ആയിട്ട് കുറച്ച് തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ മാക്സിമം ഞാൻ മൈൻഡ് മാപ്പ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എന്താണ് ടെൻഷനൊന്നും അടിക്കാതിരിക്കുക. ഇനി കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പഠിക്കാൻ പറ്റില്ല, അയ്യോ ഇത്രയും പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, പറ്റുന്ന അത്രയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, see you.